കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്കൊരു വിവരവുമില്ല. കടുവ പക്ഷേ വനം വകുപ്പിന്റെ സെൻസസിലേക്ക് നേരത്തെ പലതവണ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള വയനാട് വൈൽഡ് ലൈഫ് WWL 45 എന്ന ആൺകടുവയാണ്. അതിന് 13 വയസ്സ് പ്രായമുണ്ട് എന്ന് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു വാർദ്ധക്യത്തിലെത്തിയ കടുവയാണ്. അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകാം. പക്ഷെ ഇന്നലെ ആ പശുവിനെ വേട്ടയാടിയ രീതിയൊക്കെ കാണുമ്പോൾ അതിന് കൈകാലുകൾക്കോ ഒന്നും അങ്ങനെ ഒരു ക്ഷീണമുള്ള ഒരു കടുവയായി തോന്നിയില്ല. വലിയൊരു പശുവിനെയാണ് കൊന്ന ശേഷം കയറ് വലിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോയത്. പക്ഷേ എങ്കിലും വനംവകുപ്പ് പറയുന്നത് അതിന്റെ പല്ലുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ കാട്ടിൽ ഇരതേടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായേക്കാമെന്നാണ്. അതൊക്കെ പക്ഷേ ഇനിയുള്ള പരിശോധനയിലേ വ്യക്തമാകുള്ളൂ. പ്രതീഷ് ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇതാണ്. വനംവകുപ്പിന് ഹോസ്പേറ്റ് എന്ന പേരിൽ മുത്തങ്ങ സാങ്ച്വറിക്ക് അകത്ത് തന്നെ കുപ്പാടി എന്ന സ്ഥലത്ത് ഒരു സംരക്ഷിത കേന്ദ്രമുണ്ട്. കടുവകളെ പാർപ്പിക്കുന്ന ഒരു സെമി വൈൽഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രമുണ്ട്. അവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ 7 കടുവകൾ നിലവിലുണ്ട്. പല സ്ഥലത്തു നിന്നായി വാഗേരിയിൽ നിന്ന് പിടിച്ചൊരു കടുവ, പനവല്ലിയിൽ നിന്ന് പിടിച്ച കടുവയുൾപ്പെടെ 7 കടുവകൾ അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ 5 കടുവകൾക്കേ സ്പേസ് ഉള്ളൂ. അതിൽ ഇപ്പോൾ 2 കടുവകൾ അധികമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയാണ്. പക്ഷെ തൽക്കാലം അങ്ങോട്ട് മാത്രമായിരിക്കും കൊണ്ടുപോകാൻ കഴിയുക. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ഒരു ടൈഗർ സഫാരി പാർക്കിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തരം കടുവകളെ കൊണ്ടിടാനായി. പക്ഷെ തൽക്കാലം ഈ സുൽത്താൻ ബത്തേരി കുപ്പാടിക്കടുത്ത് പച്ചാടി എന്ന സ്ഥലത്തുള്ള ഈ ഹോസ്പേസ് എന്ന സംരക്ഷിത കേന്ദ്രത്തിലേക്ക് അവിടെ കടുവകളെ സെമി വൈൽഡായി കൂടും വനമേഖലയും ഒക്കെയായി സെമി വൈൽഡായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ 7 കടുവകൾ ഇത്തരത്തിൽ പിടിച്ച കടുവകളുള്ളത്. അങ്ങോട്ട് തന്നെ ഈ കടുവയെയും തൽക്കാലം കൊണ്ടുപോകേണ്ടി വരും. വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ വാഗേരിയിൽ ഉയർത്തുന്നത്. പിടികൂടപ്പെട്ട കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 10 ദിവസം വലിയ ആശങ്ക സൃഷ്ടിച്ച നിമിഷങ്ങളായിരുന്നു. ഇനി കടുവയെ പിടികൂടി വെറുതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംരക്ഷിത മേഖലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീടൊക്കെ ഉണ്ടാകുന്ന ആശങ്കയൊക്കെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനിറക്കിയ ഉത്തരവിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക അല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പിടികൂടുക. ഇത് രണ്ടിനും സാധ്യമായില്ല എങ്കിൽ മാത്രമാണ് മറ്റ് രീതികൾ അവലംബിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.